أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹുനൈൻ യുദ്ധത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ഹുനൈൻ യുദ്ധത്തിലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് സൈന്യങ്ങൾ ഇറങ്ങിയതായി പരാമർശമുണ്ട്. അവയെ മലക്കുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഹുനൈൻ യുദ്ധത്തെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, സുമ്മ അൻസലല്ലാഹു സക്കീനത്തഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീന വഅൻസല ജുനൂദൻ ലം തറൗഹ വഅദ്ദബല്ലദീന കഫറു വദാലിക ജസാഉൽ കാഫിരീൻ. പിന്നെ അള്ളാഹു തൻ്റെ റസൂലിനും സത്യവിശ്വാസികൾക്കും തൻ്റെ സമാധാനം ഇറക്കിക്കൊടുത്തു. നിങ്ങൾ കാണാത്ത സൈന്യങ്ങളെയും അവൻ ഇറക്കി. അവൻ അവിശ്വാസികളെ ശിക്ഷിച്ചു. അവിശ്വാസികൾക്കുള്ള പ്രതിഫലം അതുതന്നെയാണ്. ഈ യുദ്ധത്തിൽ മലക്കുകൾ ഇറങ്ങുന്നതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കളും ജീവചരിത്രകാരന്മാരും വിവിധ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ചില ആളുകളുടെ അഭിപ്രായത്തിൽ മലക്കുകളുടെ ഇറങ്ങൽ സത്വിശ്വാസികൾക്ക് സന്തോഷവാർത്ത നൽകാനും അവരുടെ മനസ്സിന് സമാധാനം നൽകാനും മാത്രമായിരുന്നു. അല്ലാതെ മലക്കുകൾ യുദ്ധത്തിൽ പ്രായോഗികമായി പങ്കെടുത്തിരുന്നില്ല. എന്നാൽ ഈ ആശയം ചില സഹിയായ ഹദീസുകൾക്ക് വിരുദ്ധമാണ്. മലക്കുകൾ യുദ്ധത്തിൽ പ്രായോഗികമായി പങ്കെടുത്തു എന്ന് സഹിയായ റിപ്പോർട്ടുകളിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു. സഹായത്തിന് ഒരു മലക്ക് മാത്രം മതിയായിരുന്നുവല്ലോ, പിന്നെ എന്തിനാണ് ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങിയത്? ഇമാം ഇബ്നു കസീർ യുദ്ധസമയത്ത് മലക്കുകൾ ഇറങ്ങുന്നതിനെക്കുറിച്ച് സഹീഹിലുള്ള ഹദീസുകൾ ഉദ്ധരിച്ചതിന് ശേഷം എഴുതുന്നു, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മലക്കുകളുടെ ഇറക്കവും അതിനെക്കുറിച്ചുള്ള വിവരം മുസ്ലിങ്ങൾക്ക് നൽകലും സന്തോഷവാർത്ത എന്ന നിലയിലായിരുന്നു. അല്ലാത്ത പക്ഷം അള്ളാഹുവിന് ഇതില്ലാതെയും തൻ്റെ ശത്രുക്കൾക്കെതിരെ മുസ്ലിങ്ങളെ സഹായിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് മാത്രമാണ്. സൂറ മുഹമ്മദിൽ പറയുന്നു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ അവിശ്വാസികളിൽ നിന്ന് അവൻ സ്വയം പ്രതികാരം ചെയ്യുമായിരുന്നു. പക്ഷേ അവൻ പരീക്ഷിക്കുകയാണ്. ബാഗ്ദാദ് മസീഹ് അലൈഹിസ്സലാമും ഈ കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, ഖുർആനിൽ മലക്കുകളുടെ സഹായത്തെക്കുറിച്ചുള്ള സന്തോഷവാർത്തയുടെ സംഭവം സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് സമാധാനം നൽകാനും യുദ്ധത്തിൽ അവർക്ക് ഭയം തോന്നാതിരിക്കാനും വേണ്ടിയാണ്. അതിനാൽ അള്ളാഹു ഖുർആനിൽ സത്യവിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുകയും സന്തോഷവാർത്ത നൽകുകയും ചെയ്തു. അവൻ 5000 മലക്കുകളെ കൊണ്ട് അവരെ സഹായിക്കാൻ വരുമെന്ന്. ഈ എണ്ണം വർദ്ധിപ്പിച്ച് കാണിച്ചത് അവർക്ക് സന്തോഷവാർത്ത നൽകാൻ വേണ്ടിയാണ്. മലക്കുകളിൽ ഒരു മലക്കിന് പോലും തൻ്റെ രക്ഷിതാവിൻ്റെ കൽപ്പന പ്രകാരം ഭൂമിയെ കീഴ്മേൽ മറിക്കാൻ കഴിയും. അതിന് 5000 എന്നല്ല 5 പോലും ആവശ്യമില്ല. എന്നാൽ അള്ളാഹു അവർക്ക് മഹത്തായ സഹായം കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് സഹായം നൽകുന്നവൻ്റെ ആതിഥ്യം പ്രകടമാകുന്ന പദം തിരഞ്ഞെടുത്തു. ഇതാണ് ഉദ്ദേശിച്ചതും. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു തഫ്സീർ സഗീറിൽ ഇതിനെക്കുറിച്ചൊരു ചെറിയ കുറിപ്പ് നൽകിയിട്ടുണ്ട്. സൂറ ആൽ ഇംറാനിലെ 127 വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അവിടുന്ന് എഴുതുന്നു,
സ്വപ്നത്തിലോ കശ്ഫിലോ സന്തോഷവാർത്ത ലഭിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ധൈര്യം വർദ്ധിക്കുന്നതുകൊണ്ടാണ് മലക്കുകളെ കുറിച്ച് പരാമർശിച്ചത്. യഥാർത്ഥ ഉദ്ദേശം അല്ലാഹു തആല സഹായിക്കുമെന്നതായിരുന്നു. അതായത് ഇതൊരു കശ്ഫിയായ അവസ്ഥയിൽ വെളിപ്പെട്ട ഒന്നായിരുന്നു ഇത്. പിന്നെ ഒരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, നിങ്ങൾ നന്നായി ഓർക്കുക, മരിക്കാൻ തയ്യാറായ ഒരാളെ ആർക്കും കൊല്ലാൻ കഴിയില്ല. സത്യസന്ധമായി മരണം വരിക്കുന്നവർ പ്രവാചകന്മാരുടെ സമൂഹം മാത്രമാണ്. ആ നിലയ്ക്ക് അവരെ ആർക്കെങ്കിലും കൊല്ലാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ശാശ്വത ജീവിതം നേടുന്നതിനുള്ള യഥാർത്ഥ വഴി മനുഷ്യൻ അള്ളാഹുവിനു വേണ്ടി മരണം വരിക്കുക എന്നതാണ്. ഒരു മനുഷ്യൻ ഈ ഉദ്ദേശത്തോടെ ഒരുങ്ങി വരുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ അവനെ ജീവിപ്പിക്കാൻ ഒരുങ്ങി വരുന്നു. ഒരു ഗുസ്തി തന്നെ ആരംഭിക്കുമാറാകുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണം വരിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നു. മലക്കുകളാകട്ടെ അവനെ ജീവനോടെ നിലനിർത്താൻ ശ്രമിക്കുന്നു. അള്ളാഹുവിൻ്റെ ദാസൻ ഞാൻ അള്ളാഹുവിനു വേണ്ടി മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ മലക്കുകളും ഞങ്ങൾ നിന്നെ മരിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. അവസാനം മലക്കുകൾ വിജയിക്കുന്നു. മനുഷ്യൻ മരിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അവൻ മരണത്തിന് കാരണമാകുന്ന സാഹചര്യങ്ങളിൽ സ്വയം തള്ളിവിടുകയും ചെയ്യുന്നെങ്കിലും അവൻ മരിക്കുന്നില്ല. ഉനൻ സംഭവം തന്നെ നോക്കുക. ശത്രു മുന്നോട്ട് ആക്രമിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വെറും 12 പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ശത്രുക്കളുടെ അമ്പേറ്റതിനെ തുടർന്ന് ചിതറിപ്പോയിരുന്നു. അപ്പോൾ ഹസ്രത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുസൂർ, അല്പം പിന്നോട്ട് മാറിയാലും. പക്ഷെ അവിടുന്ന് തൻ്റെ വാഹനത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട് പറഞ്ഞു, അനൻ നബി ലാ കസിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ ദൈവത്തിൻ്റെ സത്യപ്രവാചകനാണ്, ഞാൻ എങ്ങനെ പിന്തിരിയും? മനുഷ്യനെ വിളിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു വാക്യമായിരുന്നു ഇത്. 4000 മമ്പെയ്ത്തുകാർക്കെതിരെ ഒരാൾ പറയുന്നു, എനിക്കിവിടെ നിന്ന് മാറാൻ കഴിയില്ല. ഇത് മനുഷ്യനല്ല, മറിച്ച് അള്ളാഹുവാണ് സംസാരിക്കുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയം ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് എന്നും പറഞ്ഞു. അതായത് ഞാൻ ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരികയും ഹുനൈനിലെ പരാജയം വിജയത്തിൽ കലാശിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് വിജയിയായിക്കൊണ്ട് യുദ്ധക്കളത്തിൽ നിന്ന് മടങ്ങുകയുണ്ടായി. ശത്രുവിൻ്റെ പരാജയത്തെക്കുറിച്ചും പിന്തിരിഞ്ഞോടിയതിനെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ മുമ്പ് വിവരിച്ച് കഴിഞ്ഞതാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ വിളിച്ചപ്പോൾ അവർ തിരിച്ചു വന്നു. അവർ വലിയ ആവേശത്തോടെ യുദ്ധം തുടങ്ങി. അതോടൊപ്പം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും തൻ്റെ കൈകളിൽ കല്ല് ശേഖരിച്ച് അവിശ്വാസികളുടെ നേരെ എറിയുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി മുഹമ്മദ് ഇന്നുവരെ ഒരു പരാക്രമികളായ സമൂഹത്തെയും നേരിട്ടിട്ടില്ലെന്നും നമ്മെ നേരിട്ടാൽ യുദ്ധം എന്താണെന്ന് ഞങ്ങൾ അറിയിച്ചു കൊടുക്കുമെന്നും അവകാശപ്പെട്ടിരുന്ന ഹവാസിൻ ഗോത്രക്കാർ, വാസ്തവത്തിൽ അവർ ശക്തരായ ഗോത്രം തന്നെയായിരുന്നു. വെറും വാദങ്ങൾ മാത്രമായിരുന്നില്ല, അവർ ശക്തമായൊരു ഗോത്രം തന്നെയായിരുന്നു. അവർ കുറച്ചു നേരം മാത്രം യുദ്ധം ചെയ്ത് അതിനുശേഷം പരാജയപ്പെട്ട് ഓടിപ്പോകാൻ തുടങ്ങി. ആർക്കും തങ്ങളുടെ ഭാര്യമാരുടെയും കുട്ടികളുടെയും കന്നുകാലികളുടെയും കാര്യം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ധാരാളം ആളുകൾ മുസ്ലിങ്ങളാൽ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ തടവിലാക്കപ്പെടുകയും ചെയ്തു. ഓടിപ്പോയവരിൽ ഭൂരിഭാഗവും ഔത്താസിൻ്റെ താഴ്വരയിലേക്ക് ഓടിയൊളിച്ചു. ഈ യുദ്ധത്തിൽ ഹവാസിൻ ഗോത്രത്തിലെ 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഹസ്രത്ത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു 20 മുശ്രിക്കുകളെ കൊന്നു. അതുപോലെ ഔത്താ സൈനിക നീക്കത്തിൽ 300 ആളുകൾ കൊല്ലപ്പെട്ടു. ഹവാസിൻ ഗോത്രക്കാർ ഓടിപ്പോയെങ്കിലും സഖീഫ് ഗോത്രത്തിലെ പോരാളികൾ ഉറച്ചു നിൽക്കുകയുണ്ടായി. വളരെ ധീരമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. 70 പേർ കൊല്ലപ്പെടുന്നതുവരെ അവർ യുദ്ധം ചെയ്തു. അവരുടെ അവസാനത്തെ പതാകവാഹകനായിരുന്ന ഉസ്മാൻ ബിൻ അബ്ദുല്ല കൊല്ലപ്പെട്ടപ്പോൾ
സക്കീഫ് ഗോത്രവും ഓടിപ്പോയി. ഉസ്മാൻ കൊല്ലപ്പെട്ട വാർത്ത നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തിയപ്പോൾ അവിടുന്ന് ആ ഇസ്ലാമിൻ്റെ ശത്രുവിനെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അവനെ തൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റട്ടെ. അവന് ഖുറൈശികളോട് വിദ്വേഷമുണ്ടായിരുന്നു. അതേസമയം അയാളെ കൊന്ന ഹസ്രത്ത് അബ്ദുല്ല ഇബ്നു അബി ഉമയ്യക്ക് അവിടുന്ന് കാരുണ്യം ലഭിക്കാനായി പ്രാർത്ഥിച്ചു. ഹസ്രത്ത് അബ്ദുല്ല പറഞ്ഞു, അള്ളാഹു താല എനിക്ക് ഈ അവസ്ഥയിൽ തന്നെ രക്തസാക്ഷിത്വം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അദ്ദേഹം തായിഫിൻ്റെ ഉപരോധത്തിനിടയിൽ രക്തസാക്ഷിത്വം വരിച്ചു. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് അവസാന പതാകവാഹകനായ ഉസ്മാൻ ബിൻ അബ്ദുല്ലായ ഹസ്രത്ത് അലി റളിയല്ലാഹു ആണ് കൊന്നത്. അതിനാൽ അത് ശരിയായ വിശദീകരണമല്ല, ആദ്യത്തേതാണ് ശരി. ഈ യുദ്ധത്തിൽ 4 സ്വഹാബികൾ ഷഹീദായി. അവരുടെ പേരുകൾ ഇവയാണ്: ഹസ്രത്ത് ഉമ്മു ഐമൻ്റെ മകൻ ഐമൻ ബിൻ ഉബൈദ്. ഉമ്മു ഐമൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തമ്മയും സംരക്ഷകയുമായിരുന്നു. സുറാഖ ബിൻ ഹാരിസ്, ഇദ്ദേഹം ഒരു അൻസാരി സഹാബിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഹാരിസ ബിൻ സുറാഖ ബദർ യുദ്ധത്തിൽ ഷഹീദായിരുന്നു. യസീദ് ബിൻ സമ്മ, ഇദ്ദേഹം ഇസ്ലാം ആദ്യം സ്വീകരിച്ചവരിൽ ഒരാളായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിലും ഖുറൈശികൾക്കിടയിൽ അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു. പ്രധാന കാര്യങ്ങളിൽ ഖുറൈശികൾ അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടിയിരുന്നു. ഇദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകനായിരുന്നു. യുദ്ധക്കളത്തിൽ കുതിരയുടെ ചവിട്ടേറ്റാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത്. അദ്ദേഹം താഴെ വീഴുകയും കുതിരയുടെ ചവിട്ടടിയിൽ പെടുകയും ചെയ്തു. ചിലരുടെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ ഷഹാദത്ത് തായിഫ് യുദ്ധത്തിലായിരുന്നു. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് പരാമർശിക്കാം. 4-ാമത്തെ വ്യക്തി ഹസ്രത്ത് അബു ആമിർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് വിശദാംശങ്ങൾ പിന്നീട് ഔത്താദ് സൈനിക നീക്കത്തിൽ വരും. ഹസ്രത്ത് ആയിസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഹുനൈൻ യുദ്ധത്തിൽ എൻ്റെ നെറ്റിയിൽ ഒരു അമ്പ് തറച്ചു. രക്തം എൻ്റെ മുഖത്തും നെഞ്ചിലും ഒഴുകിപ്പരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈ എൻ്റെ മുഖത്തും നെഞ്ചിലും വയറിലും വെച്ചു. അവിടുന്ന് രക്തം തുടച്ചു നീക്കി. അതോടെ രക്തസ്രാവം ഉടൻ നിലച്ചു. അതിനുശേഷം അവിടുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചില റിപ്പോർട്ടുകൾ പറയുന്നതനുസരിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പർശിച്ചതിൻ്റെ അടയാളങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പിന്നീട് പോലും ഉണ്ടായിരുന്നു എന്നാണ്. ഒരു കുതിരപ്പടയുടെ നേതാവായിരുന്ന ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ സൈന്യം ചിതറിപ്പോയപ്പോൾ അദ്ദേഹം വീണുപോയിരുന്നു. ഒരു നിവേദകൻ പറയുന്നു, അവിശ്വാസികൾ പരാജയപ്പെട്ടപ്പോൾ മുസ്ലിങ്ങൾ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങുകയുണ്ടായി. ഞാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്കിടയിൽ നടക്കുന്നതായി കണ്ടു. അവിടുന്ന് ചോദിച്ചു, ആരാണ് എന്നെ ഖാലിദ് ബിൻ വലീദിൻ്റെ അടുത്തേക്ക് എത്തിക്കുക? അവിടുന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഖാലിദ് ഒരു ഒട്ടകത്തെ ചാരിയിരിക്കുകയായിരുന്നു. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദിൻ്റെ അടുത്തിരിക്കുകയും മുറിവ് പരിശോധിക്കുകയും അതിൽ തൻ്റെ ഉമിനീർ പുരട്ടുകയും ചെയ്തു. അതിലൂടെ അദ്ദേഹത്തിന് സൗഖ്യം ലഭിച്ചു. ഇതിനു പുറമെ ഹസ്രത്ത് അബ്ദുല്ല ബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് അലി എന്നിവർക്കും പരിക്കേറ്റിരുന്നു. മക്കയിലെയും മദീനയിലെയും ആളുകൾക്ക് ഹുനൈനിലെ വിജയത്തിൻ്റെ സന്തോഷ വാർത്ത അയച്ചു. തുടക്കത്തിൽ ഹുനൈൻ യുദ്ധക്കളത്തിൽ നിന്ന് ചില മുസ്ലിങ്ങൾ ഓടിപ്പോയപ്പോൾ അവരിൽ ചിലർ മക്കയിലേക്ക് പോവുകയും മുസ്ലിങ്ങൾ പരാജയപ്പെട്ടുവെന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നൗദുബില്ലാ വധിക്കപ്പെട്ടുവെന്നും പറഞ്ഞു. ഈ വാർത്ത കേട്ട് മക്കയിലെ കപടവിശ്വാസികളും വിദ്വേഷമുള്ളവരും വളരെ സന്തോഷിച്ചു. അവർ പറഞ്ഞു, ഇപ്പോൾ അറബികൾ അവരുടെ പൂർവികരുടെ മതത്തിലേക്ക് തിരികെ വരും. ഈ അവസരത്തിൽ മക്കയിലെ അമീറായ അത്താബ് ബിൻ അസീദ് വലിയ ധൈര്യവും വീര്യവും കാണിച്ചു. അദ്ദേഹം മക്കയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, എൻ കുത്തില മുഹമ്മദുൻ ഫൈന്ന ദീനില്ലാഹി ഖായിമുൻ വല്ലദീ യഅ്ബുദു മുഹമ്മദുൻ ഫഹയ്യും ലാ യമൂതു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ മതം എന്നേക്കും നിലനിൽക്കുന്നതാണ്. മുഹമ്മദ് ഏത് വ്യക്തിയെ ആരാധിച്ചിരുന്നുവോ, അതായത് അള്ളാഹു, ആ അസ്തിത്വം അവൻ എന്നെന്നും ജീവിക്കുന്നവനാണ്. അവനൊരിക്കലും മരിക്കുകയില്ല. ഇതിനുശേഷം അധികം താമസിയാതെ ഹുനൈനിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് വിജയം ലഭിച്ചുവെന്നും
ബനു ഹവാസിൻ കനത്ത പരാജയം ഏറ്റുവാങ്ങി ഓടിപ്പോയെന്നുമുള്ള സന്തോഷ വാർത്ത വന്നെത്തുകയുണ്ടായി. അതുപോലെ മദീനയിലും പരാജയത്തിൻ്റെ വാർത്ത നേരത്തെ എത്തിയിരുന്നു. ആരോ അത് അവിടെ എത്തിച്ചിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസരത്ത് നഹീഖ് ബിൻ ഔസിനെ വിജയവാർത്ത അറിയിക്കാൻ മദീനയിലേക്ക് അയച്ചു. അദ്ദേഹം പറയുന്നു, ഞാൻ സന്ധ്യയോടെ പുറപ്പെട്ടു. വഴിയിൽ ആളുകൾ സംസാരിക്കുന്നത് കേട്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈന്യത്തിന് ഇത്രയും വലിയ പരാജയം മുമ്പ് സംഭവിച്ചിട്ടില്ല. മാലിക് ബിൻ ഔഫിൻ്റെ സൈന്യം മുഹമ്മദിൻ്റെ സൈന്യത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം നുണയാണ്. അള്ളാഹു തൻ്റെ പ്രവാചകന് വിജയം നൽകിയിരിക്കുന്നു. അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധത്തടവുകാരായി നൽകിയിരിക്കുന്നു. ഞാൻ ഈ വാർത്ത അറിയിച്ചുകൊണ്ട് 3 ദിവസം കൊണ്ട് മദീനയിലെത്തി. അതിനു മുമ്പ് ഞാൻ ഇത്രയും വേഗത്തിൽ യാത്ര ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ഞാൻ തുടർച്ചയായ അതിവേഗത്തിൽ യാത്ര ചെയ്തു. പിന്നെ ഞാൻ മദീനയിലെത്തി പ്രഖ്യാപിച്ചു, അള്ളാഹു തആലയുടെ കാരുണ്യം കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനാണ്. മുസ്ലിങ്ങൾക്ക് വിജയം ലഭിച്ചിരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ മുസ്ലിങ്ങൾ ചില യുദ്ധം മുതൽ ശേഖരിച്ചിരുന്നു. ചിലർ ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ മുറികളിലേക്ക് പോവുകയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുരക്ഷയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അവരെയും അറിയിക്കുകയുണ്ടായി. അതിനവരെല്ലാവരും അല്ലാഹു നന്ദി പറയുകയും സന്തോഷിക്കുകയും ചെയ്തു. ബനു ഹവാസിൻ്റെ സൈനാധിപനായിരുന്ന മാലിക് ബിൻ ഔഫ് വളരെ കഷ്ടപ്പെട്ട് യുദ്ധക്കളത്തിൽ നിന്ന് ജീവൻ രക്ഷപ്പെടുത്തി ഓടിപ്പോയിരുന്നു. അദ്ദേഹവും കൂട്ടാളികളും ഒരു മലയിടുക്കിൽ ഒത്തുകൂടി. അദ്ദേഹം അവരോട്, ദുർബലരായ ആളുകളും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളോടൊപ്പം ചേരുന്നതുവരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. ഹസ്രത്ത് സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു അവരെ കണ്ടപ്പോൾ ആക്രമിച്ചു. മാലിക് അവിടെ നിന്ന് സഖീഫിൻ്റെ കോട്ടയിലേക്ക് ഓടിപ്പോയി. മുഹ്ലിം ബിൻ യസാമ ഒരു വ്യക്തിയെ കൊന്നതും അതിനുള്ള നഷ്ടപരിഹാരത്തിന് സംഭവത്തെക്കുറിച്ചുമുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. മക്ക വിജയത്തെക്കുറിച്ചുള്ള പരാമർശത്തിന് തൊട്ടുമുമ്പുള്ള ഖുതുബയിൽ ശരിയ അസമിനെക്കുറിച്ചുള്ള വിവരണത്തിൽ ഒരു സഹാബി മുഹ്ലിം ബിൻ യസാമ ഒരു വ്യക്തിയെ കൊന്നതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അദ്ദേഹം മുമ്പിൽ കടന്നുപോയപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടും മുഹ്ലിം അദ്ദേഹത്തെ കൊല്ലുകയുണ്ടായി. ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വിവരിക്കുകയാണ്. ഹുനൈൻ യുദ്ധത്തിന് ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫ് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഒരു ദിവസം ളുഹർ നമസ്കാരത്തിന് ശേഷം അവിടുന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു. ഉയൈന ബിൻ ഹിസൻ എഴുന്നേറ്റു. കൊല്ലപ്പെട്ട ആമിർ ബിൻ അസ്വദ് അസ്ജയുടെ രക്തത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. അതോടൊപ്പം അക്ര ബിൻ ഹാബിസ് എഴുന്നേറ്റു. മുഹ്ലിം ബിൻ യസാമയെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു. അവർ രണ്ടുപേരും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പിൽ തർക്കിക്കാൻ തുടങ്ങി. ഉയൈന പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവാണ് സത്യം, യാ റസൂലല്ലാ, ഞാൻ കൊലയാളിയെ വെറുതെ വിടില്ല. അവൻ ഞങ്ങളുടെ സ്ത്രീകളെ കനത്ത ദുഃഖത്തിലാഴ്ത്തിയതുപോലെ ഞാനും അവൻ്റെ സ്ത്രീകളെ ദുഃഖത്തിലാഴ്ത്തും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നഷ്ടപരിഹാരം സ്വീകരിക്കുക. ഇപ്പോൾ 50 ഒട്ടകങ്ങളെ സ്വീകരിക്കുക. ബാക്കി 9 ഒട്ടകങ്ങൾ മദീനയിലെത്തിയ ശേഷം സ്വീകരിച്ചു കൊള്ളുക. എന്നാൽ ഉയൈന നഷ്ടപരിഹാരം സ്വീകരിക്കാൻ വിസമ്മതിച്ചു. എന്നിരുന്നാലും കുറച്ച് ചർച്ചകൾക്ക് ശേഷം അവർ നഷ്ടപരിഹാരം സ്വീകരിച്ചു. കൊലയാളി മുഹ്ലിം ഒരു വശത്ത് നിൽക്കുകയായിരുന്നു, പ്രതിക്രിയാ നടപടി ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ട്. തൻ്റെ മരണം വന്നെത്തിയെന്ന് അദ്ദേഹം കരുതി. നഷ്ടപരിഹാരത്തെക്കുറിച്ചുള്ള തീരുമാനം വന്നപ്പോൾ മുഹ്ലിം എഴുന്നേറ്റുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങേക്ക് ലഭിച്ച വിവരങ്ങളെക്കുറിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ അടുത്ത് പശ്ചാത്തപിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടിയാലോ? അവിടുന്ന് ചോദിച്ചു, നിൻ്റെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, മുഹ്ലിം ബിൻ യസാമ. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ തന്നെയാണോ അവനെ കൊന്നത്? അതായത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ കൊന്നോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ പറഞ്ഞു, അള്ളാഹുവേ, മുഹ്ലിമിന് പുറത്തു കടക്കരുത്. എല്ലാവരും ഇത് കേൾക്കുകയുണ്ടായി.
മുഹ്ലിം വീണ്ടും പറഞ്ഞു, യാ റസൂലുള്ളാ, ഞാൻ മാപ്പ് ചോദിക്കുന്നു, എനിക്ക് വേണ്ടി മാപ്പ് ചോദിച്ചാലും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഉച്ചത്തിൽ പറഞ്ഞു, അല്ലാഹുവേ, മുഹ്ലിം ബിൻ യസാമക്ക് പുറത്തു കൊടുക്കരുതേ. അതേ മൂന്നാമതും പറഞ്ഞു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതും അതുതന്നെ പറയുകയുണ്ടായി. പിന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോവുക. അദ്ദേഹം എഴുന്നേറ്റ് തൻ്റെ വസ്ത്രം കൊണ്ട് കണ്ണീർ തുടച്ചുകൊണ്ട് പോയി. ഇബ്നു ഇസ്ഹാഖിൻ്റെ ഒരു നിവേദനത്തിൽ പറയുന്നു, മുഹ്ലിമിൻ്റെ ഗോത്രത്തിലെ ആളുകൾ പറയുന്നത്, പിന്നീട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പാപമോചനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ്. ശരിയാ ഔത്താസിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ഹുനൈൻ യുദ്ധക്കളത്തിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ശേഷം ബനു ഹവാസിൻ്റെ സൈന്യം രണ്ടിടത്തേക്ക് ഓടിപ്പോയി. ബനു ഹവാസിൻ്റെ സൈന്യം കണ്ടിടത്തേക്ക് ഓടിപ്പോയി. ഒരു വിഭാഗം, അതിൽ ബനു ഹവാസിൻ്റെ നേതാവ് മാലിക് ബിൻ ഔഫും ഉണ്ടായിരുന്നു, ത്വായിഫിലേക്ക് ഓടിപ്പോയി ത്വായിഫിൻ്റെ കോട്ടയിൽ അഭയം തേടി. മറ്റൊരു വിഭാഗം ഔത്താസ് താഴ്വരയിൽ ഒത്തുകൂടുകയുണ്ടായി. ഒരു വിഭാഗം നഖ്ലയുടെ ഭാഗത്തേക്ക് ഓടിപ്പോയി. ഹുനൈനിനടുത്തുള്ള ഒരു താഴ്വരയുടെ പേരാണ് ഔത്താസ്. ബനു ഹവാസിൻ തങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും മുഴുവൻ കന്നുകാലികളെയും കൊണ്ടാണ് ആക്രമിക്കാൻ വന്നത്. അവർ ഓടിപ്പോയപ്പോൾ ഇവയെല്ലാം യുദ്ധം മുതലായി മുസ്ലിങ്ങളുടെ കൈവശമെത്തുകയുണ്ടായി. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അതുവരെ മുസ്ലിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ യുദ്ധം മുതലായിരുന്നു ഇത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തടവുകാരെയും യുദ്ധമുതലുകളെയും ഹസ്രത്ത് മസൂദ് ബിൻ അംർ ഗഫാരിയുടെ മേൽനോട്ടത്തിൽ ജീറാന എന്ന സ്ഥലത്തേക്ക് അയച്ചു. അവിടുന്ന് തൻ്റെ മുഴുവൻ സൈന്യവുമായി ത്വായിഫിലേക്ക് യാത്ര തുടങ്ങി. ഹസ്രത്ത് അബു ആമിർ അശരിയുടെ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഉബൈദ് ബിൻ സുലൈം എന്നാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഔത്താസിലേക്ക് അയച്ചു. ഈ സൈന്യത്തിൽ അബു മൂസ അശരിയും സൽമാ ബിൻ അക്വയും ഉണ്ടായിരുന്നു. ഹസ്രത്ത് അബു ആമിർ ശത്രുവിനെ പോരാട്ടത്തിന് ക്ഷണിച്ചു. അവിടെ ശത്രുക്കളുടെ ഭാഗത്ത് 10 സഹോദരങ്ങളുണ്ടായിരുന്നു. അവർ തങ്ങളുടെ അതുല്യമായ യുദ്ധപാടവത്താൽ വളരെ പ്രശസ്തരായിരുന്നു. ഈ 10 സഹോദരങ്ങളാണ് ആദ്യം പോരാട്ടത്തിന് വന്നത്. ആദ്യം ഒരു സഹോദരൻ വന്നു. അബു ആമിർ ആദ്യം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പക്ഷെ അവൻ പോരാട്ടത്തിന് മുൻഗണന നൽകി. അബു ആമിർ പറഞ്ഞു, അല്ലാഹുമ്മ അഷ്ഹദു അലൈഹി, അല്ലാഹുവേ, നീ ഇവനെ സാക്ഷിയായിരിക്കുക. ഇത് പറഞ്ഞ് അദ്ദേഹം വാളുകൊണ്ടൊരു വെട്ടുവെട്ടി അയാൾ 2ആയി മുറിഞ്ഞു നിലത്ത് വീണു. പിന്നെ രണ്ടാമത്തെ സഹോദരൻ വന്നു. അബു ആമിർ അവനെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അവൻ്റെ വിസമ്മതത്തിന് ശേഷം അവനോട് യുദ്ധം ചെയ്തു. അവനും കൊല്ലപ്പെട്ടു. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി 9 സഹോദരങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി. 10ാമത്തെ സഹോദരൻ വന്നപ്പോൾ പതിവ് പോലെ അബു ആമിർ അല്ലാഹുമ്മ അഷ്ഹദു അലൈഹി എന്ന് പറഞ്ഞ് വെട്ടാൻ തയ്യാറെടുത്തപ്പോൾ അവൻ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തഷ്ഹദ് അലയ്യ, അല്ലാഹുവേ, നീ എനിക്ക് സാക്ഷിയായിരിക്കരുത്. അങ്ങനെ അവൻ ഇസ്ലാം സ്വീകരിച്ചതായി കാണിച്ചു. ഇത് കേട്ട് അബു ആമിർ തൻ്റെ വാൾ താഴ്ത്തുകയുണ്ടായി. അവനെ വെറുതെ വിട്ടു. എന്നാൽ അവൻ തിരിഞ്ഞ് അബു ആക്രമിനെ ആക്രമിച്ചു. അയാൾ വഞ്ചിക്കുകയായിരുന്നു. ചില നിവേദനങ്ങളിൽ വന്നിട്ടുള്ളത് അവൻ അബു ആമിറിനെ ഷഹീദാക്കി എന്നാണ്. എന്നാൽ മറ്റു നിവേദനങ്ങൾ അനുസരിച്ച് അത് ശരിയല്ല. കാരണം അബു ആമിറിനെ രക്തസാക്ഷിയാക്കിയവനെ അബു മൂസ അശരി അപ്പോൾ തന്നെ കൊന്നിരുന്നു. കൂടുതൽ ശരിയായ റിപ്പോർട്ട് അനുസരിച്ച് ആ 10ാമത്തെ സഹോദരൻ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ഒരു നല്ല മുസ്ലിമായി മാറുകയും ചെയ്തു എന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അദ്ദേഹത്തെ കാണുമ്പോൾ പറയുമായിരുന്നു, ഹാദാ ഷരീദു അബി ആമിർ, ഇവൻ അബു ആമിറിൻ്റെ വാളിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. എന്തായാലും ഹസ്രത്ത് അബു ആമിർ ധീരമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വാളിന് മുമ്പിൽ വന്ന ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. അവസാനം ഹാരിസ് ജുഷ്മിയുടെ 2 മക്കളായ അലാവും ഓഫിയും അദ്ദേഹത്തിൻ്റെ നേർക്ക് ഒരു കൂട്ടം അമ്പുകൾ അയച്ചു. ഒരമ്പ് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലും മറ്റൊന്ന് മുട്ടിലും തറച്ചു. ചില നിവേദനങ്ങൾ അനുസരിച്ച് അമ്പെയ്തത് ദുറൈദ് ബിൻ സമ്മയുടെ മകൻ സൽമ ആയിരുന്നു. അബു മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അബു ആമിറിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ് അമ്പെയ്തത്? അദ്ദേഹം ഒരാളെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ അവനെ പിന്തുടർന്നു. അവൻ ഓടിപ്പോയി. ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ നിന്നു. ഞങ്ങൾ വാളുകൊണ്ട് പോരാടി. ഞാൻ അവനെ കൊന്നു. ഞാൻ തിരിച്ച് അബു ആമിറിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ
പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ കൊലയാളിയെ നരകത്തിലിട്ടിരിക്കുന്നു. അബു ആമിർ എന്നോട് പറഞ്ഞു, എൻ്റെ അമ്പ് പുറത്തെടുക്കുക. അമ്പ് അപ്പോഴും ശരീരത്തിലുണ്ടായിരുന്നു. ഞാൻ അമ്പ് പുറത്തെടുത്തപ്പോൾ മുറിവിൽ നിന്ന് വെള്ളമൊഴുകി. മുറിവ് ആഴത്തിലുള്ളതാണെന്നും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം മനസ്സിലാക്കി. അബു മൂസ ശരീറത്തലാൻഹു പറയുന്നു, അബു ആമിർ എന്നോട് പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എൻ്റെ സലാം അറിയിക്കുക. എനിക്ക് പാപമോചനവും കാരുണ്യവും ലഭിക്കാൻ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുക. എൻ്റെ കുതിരയും ആയുധങ്ങളും ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം നൽകണം. അതോടൊപ്പം അദ്ദേഹം എന്നെ തൻ്റെ പിൻഗാമിയായി നിയമിക്കുകയും പതാക എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അബു മൂസ ശരീറത്തലാൻഹു ആ ആളുകളുമായി യുദ്ധം ചെയ്യുകയും ശത്രു പരാജയപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. അവരുടെ ചില ആളുകൾ കൊല്ലപ്പെട്ടു. അബു മൂസ റളിയല്ലാഹു അവിടെ നിന്ന് യുദ്ധമുതലുകളും തടവുകാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഹാജരാവുകയുണ്ടായി. അബു മൂസ റളിയല്ലാഹു പറയുന്നു, ഞാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഹാജരായപ്പോൾ അവിടുന്ന് കയറ് കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിലിൽ കിടക്കുകയായിരുന്നു. അതിൽ കിടക്കുകയോ മറ്റോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ ബുഖാരിയിലെയും മറ്റു നിവേദനങ്ങളനുസരിച്ച് ഒരു നേർത്ത തുണി ഉണ്ടായിരുന്നു. ആ കയറുകളുടെ നേർത്ത അടയാളങ്ങൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ശരീരത്തിൽ നിന്ന് തെളിയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഔത്താസ് യുദ്ധത്തിൻ്റെ വിശദാംശങ്ങൾ അവിടുത്തെ മുമ്പാകെ വെക്കുകയും അബു ആമിറിൻ്റെ ഷഹാദത്തിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം വരുത്തി അംഗശുദ്ധി വരുത്തി. എന്നിട്ട് തൻ്റെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയുണ്ടായി. അല്ലാഹു മഗ്ഫിർലി ഉബൈദ് അബി ആമിർ, അല്ലാഹു മജ്അൽ യൗമൽ ഖിയാമത്തി ഫൗക കസീരിൻ മിൻ ഖൽഖിക് മിനൻ നാസ്. അല്ലാഹുവേ, ഉബൈദ് അബു ആമിറിന് പുറത്തു കൊടുത്താലും അല്ലാഹുവേ, ന്യായവിധി നാളിൽ നിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം അവന് നൽകണമേ. അബു മൂസ റളിയല്ലാഹു പറയുന്നു, ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എനിക്ക് വേണ്ടിയും പാപമോചനത്തിനായി പ്രാർത്ഥിച്ചാലും. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനു വേണ്ടിയും പ്രാർത്ഥിച്ചു. അല്ലാഹു മഗ്ഫിർലി അബ്ദുല്ലാ ബിൻ ഖൈസ് ദംബഹു വഅദ്ഖിൽഹു യൗമൽ ഖിയാമത്തി മദ്ഖലൻ കരീമ. അല്ലാഹുവേ, അബ്ദുല്ലാ ബിൻ ഖൈസിന്, അതായത് അബു മൂസ അശ്ശരിയുടെ യഥാർത്ഥ പേരായിരുന്നു അത്, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ന്യായവിധി നാളിൽ അദ്ദേഹത്തിന് മാന്യമായ പദവി നൽകുകയും ചെയ്യണമേ. തുഫൈൽ ബിൻ അംർ ദൗസിയുടെ സിരിയെക്കുറിച്ചുള്ള പരാമർശമാണ്. ഇത് ദുൽ കുഫൈൻ എന്ന വിഗ്രഹത്തിന് നേരെയായിരുന്നു. ഇത് ഹിജ്റ 8-ാം വർഷം ഷവ്വാലിലാണ് നടന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിൽ നിന്ന് തായിഫിലേക്ക് പോകുമ്പോൾ ദുൽ കഫൈൻ എന്ന വിഗ്രഹം നശിപ്പിക്കാൻ തുഫൈൽ ദോസി അയച്ചു. ഹസ്രത്ത് തുഫൈൽ ദോസ് ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു. തൻ്റെ ഗോത്രത്തിലെ ഉയർന്ന കവിയും പണ്ഡിതനും ജ്ഞാനിയുമായിരുന്നു. അദ്ദേഹം മക്കയിലുണ്ടായിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കുകയും അപ്പോൾ തന്നെ മുസ്ലിം ആവുകയും ചെയ്തു. ഹുനൈൻ യുദ്ധത്തിന് ശേഷം അദ്ദേഹം സ്വയം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുൽ കുഫൈൻ എന്ന വിഗ്രഹം നശിപ്പിക്കാൻ തന്നെ അയക്കണമെന്ന് അഭ്യർത്ഥിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഈ ദൗത്യത്തിൻ്റെ തലവനായി നിയമിച്ചു. ഇങ്ങനെ ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. സലാം നന്നായി പ്രചരിപ്പിക്കുക, അതായത് സമാധാനം പ്രചരിപ്പിക്കുക, ആളുകൾക്ക് ഭക്ഷണം നൽകുക, അവരെ പട്ടിണിക്കിടരുത്. ഒരു മാന്യനായ മനുഷ്യൻ തൻ്റെ വീട്ടുകാരോട് ലജ്ജിക്കുന്നത് പോലെ അള്ളാഹുവിനെ ഭയപ്പെടുക. എന്തെങ്കിലും തെറ്റോ പാപമോ ചെയ്താൽ ഉടൻ തന്നെ ഒരു നന്മ ചെയ്യുക, കാരണം നന്മകൾ പാപങ്ങൾ നശിപ്പിക്കുന്നു. ഈ ഉപദേശം നൽകിയ ശേഷം അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ ഗോത്രത്തിലെ ആളുകളെ കൂടെ കൂട്ടുക. ഈ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ത്വായിഫിലേക്ക് തിരികെ വരിക. അങ്ങനെ ഹസ്രത്ത് തുഫൈൽ തൻ്റെ ഗോത്രത്തിലെ 400 പേരെ കൂടെ കൂട്ടി മരം കൊണ്ട് നിർമ്മിച്ച ആ വിഗ്രഹത്തിന് തീയിട്ട് നശിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ഈ കവിതകൾ ചൊല്ലി: ഓ ദുൽ കഫൈൻ, കേൾക്കുക, ഞാൻ നിൻ്റെ ആരാധകരിൽ ഒരാളല്ല, കാരണം നീ ഇപ്പോൾ ഉണ്ടാക്കപ്പെട്ടതാണ്. ഞങ്ങളുടെ ജനനം നിൻ്റെ ജനനത്തിന് മുമ്പാണ്. നോക്കുക, ഞാൻ നിൻ്റെ അകവും പുറവും തീജ്വാലകളാൽ നിറച്ചിരിക്കുന്നു. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം അവർ തായിഫിലേക്ക് തിരികെ വന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലെത്തി 4 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഇത്. ഹസ്രത്ത് തുഫൈൽ തൻ്റെ കൂടെ 400 പോരാളികളെയും ആധുനിക യുദ്ധോപകരണങ്ങളായ മഞ്ചനീക്കും ദബാബയും കൊണ്ടുവന്നു. മഞ്ചനീക്ക് വലിയ കല്ലുകൾ എറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, അതായത് ഒരു പീരങ്കിയെപ്പോലെ. ദുബാബ മരം കൊണ്ടുള്ള ഒരു ശക്തമായ
അടച്ച വണ്ടി പോലുള്ള ഒരു പെട്ടിയാണ്. ഇന്നത്തെ കവചിത വാഹനങ്ങൾ പോലെ. അതിനകത്ത് നിരവധി ആളുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കും. അവർ കോട്ടയുടെ മതിൽ വരെ പോവുകയും ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതരായി കോട്ടയുടെ മതിലിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ഈ ആയുധങ്ങൾ ആദ്യമായി ഉപയോഗിച്ചത് ത്വായിഫ് യുദ്ധത്തിലായിരുന്നു. ത്വായിഫ് യുദ്ധം ഹിജ്റ 8-ാം വർഷം ഷവ്വാലിലാണ് നടന്നത്. ത്വായിഫ് മക്കയുടെ കിഴക്ക് ഭാഗത്താണ്. ഇതിൻ്റെ ചരിത്രം ഇതാണ്. മക്കയിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തുള്ള ഒരു പ്രശസ്തമായ നഗരമാണ് ത്വായിഫ്. തായിഫ് വളരെ ശക്തമായ ഒരു സ്ഥലമായിരുന്നു. ഇതിനെ തായിഫ് എന്ന് വിളിക്കുന്നത് അതിനു ചുറ്റും സംരക്ഷണം അതിലുണ്ടായിരുന്നതിനാലാണ്. ഇവിടെ താമസിച്ചിരുന്ന സക്കീഫ് ഗോത്രം വളരെ ധീരരും ശക്തരുമായിരുന്നു. എല്ലാ അറബികളിലും അവർ പ്രമുഖരും ഖുറൈശികൾക്ക് സമാനരുമായിരുന്നു. ഇവിടുത്തെ നേതാവായിരുന്ന ഉർവാ ബിൻ മസൂദ് അബൂ സുഫിയാൻ്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു. മക്കയിലെ അവിശ്വാസികൾ പറയുമായിരുന്നു, ഖുർആൻ ഇറങ്ങേണ്ടിയിരുന്നത് മക്കയിലെയോ ത്വായിഫിലെയോ നേതാക്കന്മാർക്കാണ്. അവിടുത്തെ ആളുകൾക്ക് യുദ്ധവിദ്യകളും അറിയാമായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ ഇറങ്ങുന്നതിനു പകരം അതൊരു വലിയ വ്യക്തിയുടെ മേൽ ഇറങ്ങണമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഏതായാലും ഇവിടെ ഒരു സുരക്ഷിതമായ കോട്ടയുണ്ടായിരുന്നു. നഗരവാസികൾക്ക് ഒരു വർഷത്തേക്കുള്ള സാധനങ്ങൾ ശേഖരിച്ചിരുന്നു. 4 ഭാഗത്തും മഞ്ചനീക്കുകളും വിദഗ്ധരായ അമ്പെയ്ത്തുകാരെയും സജ്ജരാക്കി നിർത്തിയിരുന്നു. ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഹുനൈൻ യുദ്ധത്തിൻ്റെ തുടർച്ചയായിരുന്നു. കാരണം ഹവാസിൻ, സക്കീഫ് ഗോത്രങ്ങളിൽ പരാജയപ്പെട്ട ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ നേതാവ് മാലിക് ബിൻ ഔഫ് നസ്രിയോടൊപ്പം ത്വായിഫിലേക്ക് ഓടിപ്പോയി ഇവിടെ കോട്ടയിൽ അഭയം തേടിയിരുന്നു. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിൽ യുദ്ധനീക്കങ്ങൾ മതിയാക്കി എല്ലാ യുദ്ധമുതലുകളും 6000-ലധികം അടിമകളെയും അടിമ സ്ത്രീകളെയും മക്കൾക്ക് സമീപമുള്ള ജീറാന എന്ന താഴ്വരയിലേക്ക് അയച്ചു. അവിടുന്ന് തൻ്റെ സൈന്യവുമായി ത്വായിഫിലേക്ക് പോവുകയും ചെയ്തു. ജീറാന മക്കയുടെയും തായിഫിൻ്റെയും വഴിയിൽ മക്കൾക്ക് സമീപമുള്ള ഒരു കിണറിൻ്റെ പേരാണ്. മക്കയിൽ നിന്ന് ഏകദേശം 17 മൈൽ അകലെയാണ് ഇത്. അവിടുന്ന് ആ യുദ്ധമുതലുകളുടെ ചുമതല ബുദൈൽ ബിൻ വർക്ക അല്ലെങ്കിൽ ഹസ്രത്ത് മസൂദ് ബിൻ അംർ ഗഫാരി ഏൽപ്പിച്ചു. ഏതായാലും അവിടുന്ന് ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിൽ 1000 സൈനികരുള്ള ഒരു മുൻനിര സൈന്യത്തെ അയക്കുകയുണ്ടായി. അവർ അവിടെ എത്തി കോട്ടയിലുള്ളവരുമായി ചർച്ച നടത്താൻ ശ്രമിച്ചു. പക്ഷേ കോട്ടയിലുള്ളവർ അതിന് തയ്യാറായില്ല. ഹസ്രത്ത് ഖാലിദ് ബിൻ വലീദിനെ അയച്ചതിന് ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് യാത്ര തിരിച്ചു. വഴിയിൽ വിദഗ്ധരായ വഴികാട്ടികൾ സൈന്യത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. വഴിയിൽ ഹുനൈൻ യുദ്ധത്തിലെ ശത്രു സൈന്യാധിപനായ മാലിക് ബിൻ ഔഫിൻ്റെ കോട്ടയുണ്ടായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇവിടെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ആരും താമസിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് അത് തകർക്കാൻ കൽപ്പിച്ചു. പിന്നീട് യാത്ര തുടർന്ന് ത്വായിഫിലെത്തി കോട്ടയ്ക്ക് സമീപം തമ്പടിച്ച് ഉപരോധം ആരംഭിച്ചു. തായിഫിലെ ആളുകൾ ഒരുപാട് കാലമായി ഈ യുദ്ധത്തിനായി തയ്യാറെടുത്തിരുന്നു. അവർ കോട്ടയുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും നടത്തി. ഒരു വർഷത്തേക്കുള്ള ധാന്യങ്ങളും ഭക്ഷണവും ശേഖരിക്കുകയുണ്ടായി. ഹുനൈൻ യുദ്ധത്തിൽ അപ്രതീക്ഷിതമായ പരാജയം ഏറ്റുവാങ്ങിയ ശേഷം രക്ഷപ്പെടാൻ കഴിഞ്ഞവരെല്ലാം ഈ കോട്ടയിൽ അഭയം തേടി. കോട്ടയുടെ വാതിലുകൾ അടുക്കുകയുണ്ടായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തായിഫിന് വളരെ അടുത്തുള്ള ഒരു തുറന്ന സ്ഥലത്താണ് തമ്പടിച്ചത്. സൈന്യം പൂർണ്ണമായി തങ്ങുന്നതിന് മുമ്പ് തന്നെ കോട്ടയിലെ അമ്പെയ്ത്തുകാർ വലിയ തോതിൽ അമ്പുകൾ എയ്തു. പല മുസ്ലിങ്ങളെയും പരിക്കേൽപ്പിക്കുകയുണ്ടായി. ഈ സമയത്ത് ഹസരത്ത് ഹുബാബ് ബിൻ മുന്തിർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ വന്ന് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഈ സ്ഥലം നമുക്ക് തങ്ങാൻ പറ്റിയതല്ല. കാരണം തായിഫിലെ ആളുകൾ വിദഗ്ധരായ അമ്പെയ്ത്തുകാരാണ്. അവരുടെ അമ്പുകൾ വളരെ ദൂരമെത്തും. അങ്ങനെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു നല്ല സ്ഥലം തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തോട് കൽപ്പിച്ചു. പിന്നെ മുഴുവൻ സൈന്യവും ഒരു പുതിയ സ്ഥലത്തേക്ക് മാറുകയുണ്ടായി. ഉപരോധത്തിനിടയിൽ ഇരുഭാഗത്തു നിന്നും അമ്പെയ്ത്തും കല്ലേറും ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ സാഹചര്യം നേരിടാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മഞ്ചനീക്ക് സ്ഥാപിക്കുകയും ത്വായിഫിലെ ആളുകളുടെ നേരെ വലിയ കല്ലുകൾ എറിയുകയും ചെയ്തു. ഈ മഞ്ചനീക്കിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അത് ഹസരത്ത് തുഫൈൽ ദൗസി സെരിയ ദുൽ കഫൈനിൽ നിന്ന് മടങ്ങി വരുമ്പോൾ കൂടെ കൊണ്ടുവന്നതായിരുന്നു. കല്ലുകൾ എറിഞ്ഞതിൻ്റെ ഫലമായി ഒരു ദിവസം കോട്ടയുടെ ഒരു മതിലിൽ ഒരു ദ്വാരമുണ്ടായി. അപ്പോൾ മുസ്ലിങ്ങളുടെ ഒരു സംഘം ദബാബ ഉപയോഗിച്ച് കോട്ടയുടെ മതിലിലേക്ക് നീങ്ങി, അതിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി. എന്നാൽ അവർ മുന്നോട്ട് പോയപ്പോൾ കോട്ടയിലുള്ളവർ
അവരുടെ നേരെ ചുട്ട ഇരുമ്പ് കഷ്ണങ്ങൾ എറിയാൻ തുടങ്ങി. ദുബാബയിൽ ധാരാളം തോൽ ഉപയോഗിച്ചിരുന്നതിനാൽ അതിന് തീ പിടിച്ചു. മുസ്ലിം പോരാളികൾക്ക് അതിൽ നിന്ന് പുറത്തു വരേണ്ടി വന്നു. അവർ പുറത്തു വന്നപ്പോൾ ത്വായിഫിലെ ആളുകൾ അവരുടെ നേരെ അമ്പെയ്തു. അവരിൽ പലരും ഷഹീദാവുകയുണ്ടായി. ഈ സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലെ ആളുകളുടെ മുന്തിരിത്തോട്ടങ്ങൾ വെട്ടിക്കളയാൻ കൽപ്പിച്ചു. ഇത് അവരെ ഭയപ്പെടുത്താനുള്ള ഒരു അവസാനത്തെ തന്ത്രമായിരുന്നിരിക്കണം. കാരണം പിന്നീട് ഈ കൽപ്പന അവിടുന്ന് പിൻവലിക്കുകയാണുണ്ടായത്. ആദ്യം കോട്ടയിലുള്ളവർ അഹങ്കാരത്തോടെ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ തോട്ടങ്ങൾക്ക് തീയിട്ട് കൊള്ളുക, നിങ്ങൾക്ക് ഞങ്ങളുടെ മണ്ണും വെള്ളവും കൂടെ പോകാനാവില്ല. അവർക്ക് തങ്ങളുടെ പ്രദേശത്തിൻ്റെ ഫലഭൂയിഷ്ഠതയിൽ വലിയ അഭിമാനമുണ്ടായിരുന്നു. അവർ വിചാരിച്ചത് തങ്ങൾ വീണ്ടും കൃഷി ചെയ്യുമെന്നും ഭയപ്പെടില്ലെന്നുമാണ്. എന്നാൽ അവർ യഥാർത്ഥത്തിൽ തോട്ടങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ, നിങ്ങളിതാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ തോട്ടങ്ങൾ മുറിക്കുമെന്ന് പറയാൻ വേണ്ടി കുറച്ച് ഭാഗം മുറിക്കുകയുണ്ടായി. ത്വായിഫിലെ ഒരു നേതാവ് സുഫ്യാൻ ബിൻ അബ്ദുള്ള നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭ്യർത്ഥിച്ചു, താങ്കൾ എന്തിനാണ് ഞങ്ങളുടെ തോട്ടങ്ങൾ നശിപ്പിക്കുന്നത്? താങ്കൾ ഞങ്ങൾ കീഴടക്കിയാൽ ഇതെല്ലാം താങ്കളുടേതാകുമല്ലോ. അല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ പേരിലും കുടുംബബന്ധം പാലിച്ചും താങ്കൾ ഇത് ചെയ്യരുത്. ഇത് അദ്ദേഹം നടത്തിയ അഭ്യർത്ഥനയായിരുന്നു. മക്കയിലെ ഖുറൈശികൾക്ക് തായിഫിലെ ആളുകളുമായി ധാരാളം ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധങ്ങളില്ലായിരുന്നെങ്കിൽ പോലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അവിടുന്ന് കാർക്കശ്യം കാണിക്കാറില്ല എന്നതായിരുന്നു. അതിനാൽ സുഫ്യാൻ്റെ ഈ അഭ്യർത്ഥന കേട്ട് അവിടുന്ന് ആ തോട്ടങ്ങൾ ഉപേക്ഷിച്ചു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അരമാസത്തിലധികം ത്വായിഫിലെ ആളുകളുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ഹുനൈനിലെ പരാജയത്തിൻ്റെ ഭയം ത്വായിഫിലെ ആളുകളുടെ ഹൃദയത്തിൽ എത്ര അധികമുണ്ടായിരുന്നുവെന്നാൽ അവർ കോട്ടയുടെ അകത്തുനിന്ന് മാത്രം യുദ്ധം ചെയ്യുകയാണ് ഉണ്ടായത്, പുറത്തേക്ക് വന്നില്ല. ഈ സമയത്ത് ഒരാൾ പോലും കോട്ടയിൽ നിന്ന് പുറത്തിറങ്ങി യുദ്ധം ചെയ്തില്ല. ഒരു തവണ ഖാലിദ് ബിൻ വലീദ് യുദ്ധക്കളത്തിലിറങ്ങി സഖീഫിലെ ധീരന്മാരെ പോരാട്ടത്തിനായി വെല്ലുവിളിച്ചു. പക്ഷേ വീണ്ടും വീണ്ടും വിളിച്ചിട്ടും ആരും പുറത്തു വന്നില്ല. അവസാനം സഖീഫിലെ നേതാവ് അബ്ദു യാലിൽ ഉച്ചത്തിൽ ഹസ്രത്ത് ഖാലിദിനോട് പറഞ്ഞു, ഞങ്ങളുടെ ആരും നിങ്ങളുമായി പോരാടാൻ പോകുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ കോട്ടയിൽ സുരക്ഷിതരാണ്. ഞങ്ങൾക്കൊരു വർഷത്തേക്കുള്ള ഭക്ഷണവും ധാന്യവും ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് ഒരു ചിന്തയുമില്ല. ഈ സമയത്ത് ഹസ്രത്ത് യസീദ് ബിൻ സമ്മ കോട്ടയിലുള്ളവരുമായി സംസാരിക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് സുരക്ഷ നൽകുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്നെ ഉപദ്രവിക്കില്ലെന്ന് ഉറപ്പു തരികയാണെങ്കിൽ എനിക്ക് ഒരു പ്രതിനിധിയായി വരണം. അവർ സുരക്ഷ നൽകി. ഞങ്ങൾ സുരക്ഷ നൽകുന്നു എന്നവർ പറയുകയുണ്ടായി. അദ്ദേഹം കോട്ടയുടെ അടുത്തേക്ക് പോയപ്പോൾ അവർ ചതിച്ച് അദ്ദേഹത്തിൻ്റെ നേരെ അമ്പുകൾ എറിയാൻ തുടങ്ങി. അദ്ദേഹം ഷഹീദായി. ഈ യുദ്ധത്തിൽ ആദ്യത്തെ ഷഹീദ് അദ്ദേഹമായിരുന്നു. ഇദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകനായിരുന്നു. അദ്ദേഹത്തെ ഷഹീദാക്കിയത് ഹുസൈൻ ബിൻ അബി സുൽത്തായിരുന്നു. അദ്ദേഹത്തെ ഷഹീദാക്കിയ ശേഷം അവൻ അഹങ്കാരത്തോടെ കോട്ടയ്ക്ക് പുറത്തേക്ക് വന്നു. ഈ സംഭവത്തിലൂടെ മുസ്ലിങ്ങൾ ഭയപ്പെട്ടുവെന്നും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും അയാൾ കരുതി. എന്നാൽ അയാൾ കോട്ടയുടെ വാതിൽക്കൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ ഹസ്രത്ത് യസീദ് ബിൻ സമ്മയുടെ സഹോദരൻ യാക്കൂബ് ബിൻ സമ്മ കോട്ടയുടെ വാതിൽക്കൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അയാളെ പിടികൂടി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഇതാണ് എൻ്റെ സഹോദരൻ്റെ കൊലയാളി. അങ്ങനെ അവനെ വധിച്ചു കളഞ്ഞു. ഈ വിശദാംശങ്ങൾ ഇനിയും തുടരും. ഇൻഷാ അല്ലാഹ് അടുത്ത തവണ വിശദീകരിക്കുന്നതായിരിക്കും. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതാണ്. ഒന്നാമത്തത് ബഹുമാനപ്പെട്ട ഡോക്ടർ സയ്യിദ് ഷിഹാബ് അഹമ്മദ് സാഹിബിൻ്റെതാണ്. അദ്ദേഹം അടുത്തിടെ കാനഡയിലായിരുന്നു. അടിസ്ഥാനപരമായി ഇന്ത്യക്കാരനായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 96 വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം മൂസിയായിരുന്നു. അദ്ദേഹത്തിനൊരു മകനും 3 പെൺമക്കളുമുണ്ട്. അദ്ദേഹത്തിന് പേരക്കുട്ടികളുമുണ്ട്.
അദ്ദേഹം വാക്തത്വ മസീഹിൻ്റെ സഹാബി ഹസ്രത്ത് സയ്യിദ് ഇറാദത്ത് ഹുസൈൻ സാഹിബ് ബീഹാരിയുടെ ചെറുമകനായിരുന്നു. അദ്ദേഹം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജിയിൽ MSc-യും പിന്നെ ബീഹാർ സർവകലാശാലയിൽ നിന്ന് MA-യും ചെയ്തു. അതിനുശേഷം സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോ സർവകലാശാലയിൽ നിന്ന് ഈ വിഷയത്തിൽ ഡോക്ടറേറ്റ് ബിരുദം നേടുകയുണ്ടായി. 1968 ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് മൂന്നാമൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം കാനഡയിലേക്ക് പോയി. അവിടെ ഒരു സർവകലാശാലയിൽ ക്ലിനിക്കൽ സൈക്കോളജി പ്രൊഫസറായി പഠിപ്പിച്ചു. 9 വർഷത്തോളം അദ്ദേഹം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്തിരുന്നു. മതപരമായ സേവനം ചെയ്യാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഇന്ത്യയിലും കാനഡയിലും വിവിധ സമയങ്ങളിൽ ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ഒരുപാട് കാലം സസ്കാറ്റൂൺ ജമാഅത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതിനു മുമ്പ് തബ്ലീഗ് സെക്രട്ടറിയായും സജീവമായി സേവനം ചെയ്തിരുന്നു. പിന്നെ എഡ്മണ്ടണിൽ ഇഷാത്ത് സെക്രട്ടറിയും തർബിയത്ത് താലീം എന്നീ വിഭാഗങ്ങളിലും സേവനം ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഒരു നല്ല ദായി ഇലല്ലാഹ് ആയിരുന്നു. നിരവധി ആളുകളെ ബയ്യത്ത് ചെയ്യിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. കാനഡയിലെ അഹമ്മദിയ സമൂഹത്തിൻ്റെ ചരിത്രം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെട്ടപ്പോൾ അതിനെ എഡിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു. കാനഡയിലെ സസ്കാറ്റൂണിൽ നിരവധി മതസമ്മേളനം നടത്താൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചു. അതിലൂടെ ജമാഅത്തിൻ്റെ സന്ദേശം അവിടുത്തെ വിദ്യാഭ്യാസമുള്ള സമൂഹത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഇസ്ലാമിനെയും അഹമ്മദത്തിനെയും കുറിച്ച് വിവിധ സ്ഥാപനങ്ങളിൽ സംസാരിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. വിവിധ ലൈബ്രറികളിൽ അദ്ദേഹം ജമാഅത്തിൻ്റെ പുസ്തകങ്ങൾ സംഭാവന ചെയ്തു. അദ്ദേഹം ഒരു മഹാപണ്ഡിതനായിരുന്നു. ഇസ്ലാമിനെയും അഹമ്മദത്തിനെയും പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം ഇംഗ്ലീഷിലും ഉറുദുവിലും വിവിധ ലേഖനങ്ങൾ എഴുതിയിരുന്നു. അവ ജമാഅത്തിൻ്റെ പത്രങ്ങളിലും മാസികകളിലും മറ്റ് പത്രങ്ങളിലും പ്രസിദ്ധീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന സംഭാവന ഇന്ത്യയിലെ ബീഹാർ സംസ്ഥാനത്തിൻ്റെ അഹമ്മദിയ ചരിത്രം ക്രോഡീകരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ 2 ഗ്രന്ഥങ്ങളുണ്ട്. സൂബ ബീഹാറിൻ്റെ സൂബ ബീഹാർ കാ അസ്ഹാബെ അഹമ്മദ്, സൂബ ബീഹാർ കാ ഷോഹദെ അഹമ്മദിയത്ത് ഓർ ചന്ദ് ഇബ്തിദായി മുഖ്ലിസീൻ. ഈ 2 ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. നല്ല ഗ്രന്ഥങ്ങളാണിവ. അദ്ദേഹം ബീഹാറിലെ അഹമ്മദികളുമായി തുടർച്ചയായി ബന്ധപ്പെടുകയും അവരുടെ അവസ്ഥകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഗ്രന്ഥം സൂബെ ബീഹാർ മെ അഹമ്മദിയത്ത് എന്ന പേരിലുണ്ട്. അത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു നല്ല ഭയഭക്തിയുള്ള മാതൃകാപരമായ അഹമ്മദിയായിരുന്നു. ഇസ്ലാമിക നിയമങ്ങൾ അനുസരിക്കുന്നത് തൻ്റെ പ്രഥമ കടമയായി അദ്ദേഹം എപ്പോഴും കരുതിയിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വാക്തത്വ മസീഹിനോടും ഖിലാഫത്തിനോടും അദ്ദേഹത്തിന് അദമ്യമായ സ്നേഹവും ബന്ധവും അർപ്പണബോധവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് മുബാറക് സാഹിബ് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരേയൊരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അള്ളാഹുവിൻ്റെ പ്രീതി നേടുക. അങ്ങനെ 5 നേര നമസ്കാരങ്ങൾ അദ്ദേഹം കൃത്യമായി അനുഷ്ഠിച്ചു പോന്നു. ആരാധനകളിൽ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. പഠിക്കാനും വായിക്കാനും അദ്ദേഹത്തിന് വലിയ താല്പര്യമായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പോലും അദ്ദേഹം പുതിയ പുസ്തകങ്ങൾ വാങ്ങിയിരുന്നു. വാർദ്ധക്യമായിട്ടും അദ്ദേഹം ജുമാ നമസ്കാരത്തിന് സ്ഥിരമായി പോയിരുന്നു. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് പോലും അദ്ദേഹം വെസ്റ്റേൺ കാനഡയിലെ ജൽസയിൽ പങ്കെടുത്തു. തബ്ലീഗ് അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള കാര്യമായിരുന്നു. അദ്ദേഹം വിവിധ സമൂഹങ്ങളിൽ പോയി തബ്ലീഗ് ചെയ്യുമായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഖലീഫയിൽ നിന്ന് മാർഗനിർദ്ദേശം തേടിയിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ധാരാളം കത്തുകൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വന്തമായി എഴുതിയ പുസ്തകങ്ങളും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ചന്തകളിൽ അദ്ദേഹം എപ്പോഴും മുൻപന്തിയിലായിരുന്നു. ജീവിതത്തിൻ്റെ അവസാന 4 വർഷങ്ങളിൽ അദ്ദേഹം തൻ്റെ വരുമാനത്തിൻ്റെ 1/5 വസിയത്തായി നൽകിയിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. 2ാമത്തെ ജനാസ ഖോക്കർ സാഹിബിൻ്റെ മകനായ മുബാറക് ഖോക്കർ സാഹിബ് ലാഹോറിയുടേതാണ്. അദ്ദേഹം 81-ാം വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം വസിയത്ത് ചെയ്ത വ്യക്തിയായിരുന്നു. അദ്ദേഹം ഷഹീദായ അഫ്ദൽ ഖോക്കർ സാഹിബ് ഗുജ്റാൻവാലയുടെ ഇളയ സഹോദരനും ഷഹീദായ അഷ്റഫ് ഖോക്കർ സാഹിബിൻ്റെ അമ്മാവനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ 2 ഷഹീദുകളുണ്ട്. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് നാലാമനുമായി അദ്ദേഹത്തിന് ഒരു പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവാഹം നടത്തിക്കൊടുത്തതും ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് 4-മനായിരുന്നു. അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു, ഖിലാഫത്തിന് മുമ്പ് പോലും.
അതിൽ ഖലീഫത്തുൽ മസീഹ് റാബിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം കറാച്ചിയിൽ തൻ്റെ ബിസിനസ് ആരംഭിച്ചത്. അത് വളരെ വിജയകരമായിരുന്നു. ജമാഅത്തിയായ നിലയിൽ അദ്ദേഹത്തിന് മേൽ വലിയ ചുമതലകളൊന്നും അർപ്പിക്കപ്പെട്ടിരുന്നില്ലെങ്കിലും ജമാഅത്തി സേവനത്തിനായി അദ്ദേഹത്തെ എപ്പോൾ വിളിച്ചാലും അദ്ദേഹം ഉടൻ തന്നെ തയ്യാറായി വരുമായിരുന്നു. അദ്ദേഹത്തിന് ജമാഅത്തിനോടും ഖിലാഫത്തിനോടും അഗാധമായ സ്നേഹബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം വളരെ സൗഹൃദപരവും ദയാലുവും മറ്റുള്ളവരുടെ ദുരിതങ്ങൾ മനസ്സിലാക്കുന്നവനും അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നവനുമായിരുന്നു. പൊതുജനക്ഷേമപരമായ കാര്യങ്ങൾ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. അദ്ദേഹം തൻ്റെ അന്തരിച്ച മാതാവിൻ്റെ പേരിൽ ഒരു വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു ഭാര്യയും ഒരു മകളും 2 ആൺമക്കളുമാണുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും കരുണയും പ്രദാനം ചെയ്യുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.